ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള 18 പഴറ്റുന്നുണ്ട് ബി. വെറുതെയെങ്കിലും വലിയ വലിയ വെല്ലുവിളികൾ അവർ ഉയർത്തുന്നുമുണ്ട്. ഇപ്പോൾ കേൾക്കുന്നതും അതുതന്നെയാണ്. തമിഴ്നാട്ടിൽ ഇത്തവണ ബി അത്ഭുതം കാണിക്കുമെന്ന വെല്ലുവിളികളാണ് അവർ ഉയർത്തുന്നത്. 5 സീറ്റ് വരെയാണ് പാർട്ടി തമിഴ്നാട്ടിൽ ലക്ഷ്യമിടുന്നത്. കോയമ്പത്തൂരിൽ ഈ വെല്ലുവിളി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തവണ വലിയ മാറ്റമാണ് മണ്ഡലത്തിലുള്ളത്. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കോയമ്പത്തൂരിൽ ഇത്തവണ അവരല്ല മത്സരിക്കുന്നത്, പകരം DMK-യാണ്. കഴിഞ്ഞ 28 വർഷത്തിനിടെ ആദ്യമായി മണ്ഡലത്തിൽ ഒരു സാധ്യത DMK കാണുന്നുമുണ്ട്. 1996 മുതൽ ഈ മണ്ഡലത്തിൽ DMK വിജയിച്ചിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. DMK ഗണപതി രാജ്കുമാറിനെയും മത്സരിപ്പിക്കുന്നു. പല്ലാട്, സുലൂർ, കാവുണ്ടംപാളയം, കോയമ്പത്തൂർ നോർത്ത്, കോയമ്പത്തൂർ സൗത്ത്, സിംഘനല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് കോയമ്പത്തൂർ മണ്ഡലം. CPM-ന്റെ PR നടരാജനാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് MP. തമിഴ്നാട്ടിൽ നിന്ന് CPM-നുള്ള 2 MP-മാരിൽ ഒരാളാണ് അദ്ദേഹം. കൊങ്കുനാട്ടിൽ ഇത്തവണ നേട്ടമുണ്ടാക്കാനാവുമെന്നാണ് CPM കരുതുന്നത്. പക്ഷേ DMK കോയമ്പത്തൂരിൽ മത്സരിക്കുന്നതാണ് പ്രധാന പ്രശ്നം. 1957 മുതൽ 7 തവണ കോയമ്പത്തൂരിനെ പ്രതിനിധീകരിച്ചത് CPM-ആണ്. ഇവിടെ അതിശക്തമായ പാർട്ടി സംവിധാനം CPM-നുണ്ട്. DMK-ക്ക് പക്ഷേ അങ്ങനെ അവകാശപ്പെടാനില്ല. അതേസമയം DMK നടരാജിനെ മാറ്റി പകരം കോയമ്പത്തൂരിൽ മത്സരിപ്പിക്കുന്നതിന് കാരണമുണ്ട്. നടരാജിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണുള്ളത്. അദ്ദേഹം ട്രേഡ് യൂണിയനുകളെ ഉപയോഗിച്ച് വ്യവസായ മേഖലയിൽ ഇടപെടുന്നത് വ്യവസായികളെ അതൃപ്തരാക്കിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ എല്ലാവരുമായും നല്ല ബന്ധവും നടരാജനില്ല എന്നതും ശ്രദ്ധേയമാണ്. DMK മത്സരിക്കുന്നതിലൂടെ അണ്ണാ DMK BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കും. സ്റ്റാലിന്റെ ജനപ്രീതി കോയമ്പത്തൂരിൽ ശക്തമാണ്. ഇതും സഖ്യത്തിന് ഒരുപക്ഷെ ഗുണകരമാകും. എന്നാൽ BJP മുൻപ് തന്നെ ഇവിടെ ശക്തമാണ്. പോരാട്ടം അത്ര എളുപ്പവുമാകില്ല. 1999 മുതൽ BJP കോയമ്പത്തൂർ സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ BJP വേരോട്ടവുമുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP 2ാം സ്ഥാനത്താണ്. കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ BJPക്ക് MLA-യുണ്ട്. അണ്ണാ DMK ഇല്ലാത്തതുകൊണ്ട് BJP കോയമ്പത്തൂരിൽ ദുർബലമായിരിക്കുകയാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടുകളും അതാണ് സൂചിപ്പിക്കുന്നത്. അണ്ണാമലയുടെ തീപ്പൊരി പ്രസംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ BJPയെ മണ്ഡലത്തിൽ സഹായിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും അതുപോലെ സഹായിച്ചേക്കാം. GST അടക്കമുള്ള നികുതി പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. ഇത് കേന്ദ്രത്തിനെതിരെയാണ്. തമിഴ്നാട് പിടിക്കുകയെന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അണ്ണാ DMKയുടെ തോളിലിരുന്ന DMKയെ വെല്ലുവിളിച്ച BJP ഇപ്പോൾ ഇരു ദ്രാവിഡ കക്ഷികളെയും ഒരുമിച്ച് നേരിടുകയാണ്. മുഖ്യ എതിരാളിയായി ഉയർത്തിക്കാട്ടുന്നത് DMKയാണെങ്കിലും അണ്ണാ DMKയുടെ വോട്ടിലാണ് BJPയുടെ കണ്ണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വോട്ടുകൾ അണ്ണാ DMKയിൽ പോകാതെ തങ്ങളിലേക്ക് എത്തിക്കാൻ അണ്ണാമലയും കൂട്ടരും വിയർപ്പൊഴുക്കുന്നുമുണ്ട്. മാറ്റം ഉറപ്പിച്ചാണ് തമിഴ്നാട്ടിൽ ഓരോ തവണയും BJP തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറുമെന്നതല്ലാതെ വേറെ നേട്ടമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ കളം മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി. 2 മാസത്തിനിടെ 10ലേറെ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞു. ഏതായാലും ലക്ഷ്യം വിജയം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം.